നമ്മളിപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരാനായിട്ടൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഞങ്ങൾ ഈ 3 പേരാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ വരാനായിട്ട് കാരണം ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഇന്നലെ വനിതാ ദിനമായിരുന്നല്ലോ. അപ്പോൾ വനിതാ ദിനത്തിന് ഞങ്ങളൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് നടത്തി. അതായത് ഞങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഒരു ചോദ്യം ഇട്ടിരുന്നു. നാളെ എത്ര പേര് തൃശ്ശൂർ ടൗണിലൊന്ന് കറങ്ങാനായിട്ട്, എത്ര സ്ത്രീകൾ തയ്യാറായിട്ട് വരും എന്ന് നോക്കാനായിട്ട്. ആ ചോദ്യം ഒന്ന് വായിക്കാൻ പറ്റുമോ? നമ്മുടെ ചോദ്യം ഇതായിരുന്നു: പെണ്ണുങ്ങളെ, ഒരു ദിവസം വൈകിട്ട് എൻ്റെ കൂടെ തൃശ്ശൂർ കറങ്ങാനുണ്ടോ ആരെങ്കിലും? വീട്ടിലെ പ്രാരാബ്ധക്കെട്ട് അഴിച്ച് ഇടയ്ക്കിടെ മണപ്പിക്കാതെ, മേലുവേദനയും തലവേദനയും മനോവേദനയും ഓർക്കാതെ ഒരു ദിവസം, കുട്ടികളെ കൂട്ടാതെ, കെട്ടിയവനെ കൂട്ടാതെ, നമ്മുടെ ഉള്ളം തൊട്ടറിയാൻ, മതിമറന്നൊന്ന് ചിരിക്കാൻ, ഒന്നിച്ചിരിക്കാൻ പോരുന്നു എൻ്റെ കൂടെ. ഉച്ചയൂണ് കഴിഞ്ഞിറങ്ങി 3 മണിയോടെ ടൗണിൽ പുത്തമ്പള്ളിയുടെ ഏറ്റവും മുകളിലെത്തി നിന്നൊരു നഗരക്കാഴ്ച. ശേഷം ചായ, ഐസ്ക്രീം, ലഘുകടി, ശക്തൻ മാർക്കറ്റ്, വൈകിട്ട് തേക്കിൻകാട്ടിലൂടെ ഒരു നടത്തം, വഞ്ചിക്കുളത്തൊരു വിശ്രമം, ബോട്ടിങ്, മടക്കം. ഒരുക്കമുള്ളവർ പറയും ലേഡീസ് ഓൺലി. ഇതായിരുന്നു നമ്മൾ കൊടുത്തൊരു അഡ്വർടൈസ്മെൻറ്റ്. അതെ, ലേഡീസ് ഓൺലി, സ്ത്രീകൾ മാത്രമായിട്ടുള്ളൊരു ട്രിപ്പ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രമായിട്ട് ഇത്തരം ഒരു ട്രിപ്പ് നടത്താനായിട്ട് നമ്മൾ ലക്ഷ്യമിട്ടതെന്നൊന്ന് പറയും? സ്ത്രീകൾ മാത്രം ആയിട്ട് വെച്ചത് വേറൊന്നുകൊണ്ടല്ലോ, നമുക്ക് എല്ലാവരും കൂടി പോകുന്നത് നമുക്ക് രസമാണ്. പക്ഷെ സ്ത്രീകൾ ആരും തയ്യാറായി വരുന്നില്ല. സ്ത്രീകളെന്നും രാവിലെ തൊട്ട് രാത്രി വരെ മെക്കാനിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നും ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഒരു സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം എന്ന രീതിയിൽ അവനവന് വേണ്ടി ഒരു ദിവസം, ഒരു ഇത്തിരി നേരം വെറുതെ ഒന്നിനുമല്ലാതെ ഒന്ന് ചുറ്റും, അതായത് നമ്മളൊരു കടയിൽ പോകുന്നതിനൊരു ഉദ്ദേശമുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് പോകണം, അങ്ങനെ ഇന്ന കാര്യത്തിന് വേണ്ടി അല്ലാതെ വെറുതെ എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോഴാണ് നമുക്കൊരു ശരിയായ നമ്മളെ നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാൻ എന്താണ് എന്നുള്ള ഒരു നാച്ചുറലി നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് പുറത്തിറങ്ങുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, എന്നുമുള്ള ചക്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് തെറിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു വാചകം കടമെടുത്ത് ഞാൻ പറയുകയാണ്. അതായത് നമ്മൾ ആദ്യം അമേരിക്കയ്ക്കും മലേഷ്യയ്ക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് നമ്മളാദ്യം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ വീടിന് മുൻവശത്തുള്ള ഒരു കുളമാണെങ്കിൽ കുളം, അതിൽ ഒരു ഭംഗി കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോലും പോരാനായിട്ട് സ്ത്രീ ആയതിൻ്റെ പേരിലുള്ള കെട്ടുപാടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലർ വീട്ടിലെ ഗസ്റ്റുകൾ വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ സ്ത്രീ ആയതുകൊണ്ട് അവരുടെ മേലെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കാരണം വരാൻ സാധിക്കാതെ പോയ ഒരുപാട് പേര് ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള ആളുകൾ ആരാന്നുള്ളത് പരിചയപ്പെടുത്താൻ. ഞാൻ സ്വാതിജ പാർവതിയാണ്, സ്പെഷ്യൽ BEd വിദ്യാർത്ഥിയാണ്. ജ്യോതി ടീച്ചർ. ഹായ്, ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്, ഒപ്പം ടീച്ചറാണ്. വാടാനപ്പള്ളി ഗവൺമെൻറ് ഫിഷറീസ് UP സ്കൂളിലെ അധ്യാപികയാണ്. 20 വർഷത്തോളമായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു. കുട്ടികളുടെ കൗൺസിലറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഷിജി മാം എന്താ ചെയ്യണമെന്ന് പറയും? ഞാൻ ചെറിയൊരു ബിസിനസ്സാണ്, വീട്ടിൽ തന്നെ ചെറിയൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകും. അപ്പോൾ ബെസ്റ്റ് ഓൺടർപ്രണറൊക്കെ ആയിട്ട് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള മാമാണ്. അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ 26 പേരോളം അതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് വരാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ വരുമെന്ന് ഉറപ്പ് പറഞ്ഞവർ എത്ര പേരായിരുന്നു? 8 പേരായിരുന്നു വരുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നവർ. പക്ഷേ അതിൽ കൊഴിഞ്ഞുപോയി ഇപ്പോൾ 5 പേര് മാത്രമായിട്ട്. അതായത് അപ്പോൾ ടോട്ടലി ഇത്രയും പേര് തുടക്കത്തിൽ റെഡിയായി വന്നെങ്കിൽ പോലും പിന്നെ കൊഴിഞ്ഞുപോയി. ഇപ്പോൾ 2 പേരും കൂടി വരാനുണ്ട്. ചിലപ്പോൾ കുറച്ച് പേരും കൂടി ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുന്ന 3 പേരാണ്. ഇനി 2 പേരും കൂടി ഉറപ്പായിട്ടും വരും. പിന്നെ ആരെങ്കിലും വരുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അത്രയും കുറവായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് പുറത്തേക്കൊന്ന് ഇറങ്ങാനായിട്ട്, വെറുതെ ഒന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചുറ്റിയടിക്കാനായിട്ട് പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പലരും തയ്യാറാവാൻ മടിക്കുന്നു, പേടിക്കുന്നു, എന്തിനൊക്കെയോ ഭയക്കുന്നു. അവർ തന്നെ ചുറ്റി വരിഞ്ഞിട്ടുള്ള ആ ഒരു കയറ്, സ്വയം ചുറ്റി വരിഞ്ഞിട്ടുള്ള കയറ് പൊട്ടിച്ചെറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഇതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് എന്നുള്ള നിലയ്ക്ക് നടത്തിയപ്പോൾ ഒരുപാട് പേര് അതിൽ നിന്നും മാറിപ്പോയതായിട്ട് കണ്ടു. ഇപ്പോൾ വളരെയധികം കുറഞ്ഞ് 5 പേര് മാത്രമായിട്ട് ചുരുങ്ങിയത് കണ്ടു. 26 പേരിൽ നിന്നും 5 പേരിലേക്ക് എത്തി. വളരെ അടുത്തുള്ളൊരു ഡെസ്റ്റിനേഷനായിട്ട് പോലും വരാനായിട്ട് സാധിക്കാത്ത, ഒരു ഒഴിവ് ദിവസം ആയിട്ട് കൂടി വരാനായിട്ട് സാധിക്കാത്ത ഒരുപാട് പേരെ നമുക്ക് മനസ്സിലായി. അതെന്തുകൊണ്ടായിരിക്കാം? ഇവരെന്തെങ്കിലും റീസൺ പറഞ്ഞിരുന്നോ വരുന്നില്ല എന്ന് പറയാനായിട്ട്? റീസൺ പറഞ്ഞിരുന്നു. കാരണം എനിക്ക് തോന്നി, കാരണം ഇവർ 26 പേര്, ഞാൻ ആദ്യം ഇട്ടതൊരു ഗ്രൂപ്പിലാണ്, ചെറിയൊരു ഗ്രൂപ്പിലിട്ടു. കുറേ അധികം പേരുള്ള 128ഓളം മെമ്പേഴ്സുള്ള സ്ത്രീകൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പുണ്ട്, അമ്മൂസ് എന്ന പേര്. നമ്മൾ ആ ഗ്രൂപ്പിലാണ് ആദ്യം ഇട്ടത്. ഞാനത് വലിയൊരു പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇട്ടതെങ്കിലും അതിനകത്ത് 5 പേരാണ് ആകെ കൂടി ആ ഗ്രൂപ്പിൽ തന്നെ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ വളരെ വിഷമത്തോടുകൂടി സങ്കടത്തോടെ ഒരു ഇമോജി ഇട്ടിട്ടാണ് പ്രതികരിച്ചത്. കാരണം പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം, വേണമെന്നുണ്ട് പക്ഷെ പറ്റില്ല എന്നുള്ള സങ്കടത്തിൻ്റെ ഒരു ഇമോജിയാണ് ഇട്ടത്.
പിന്നെ മറ്റൊരാൾ പറഞ്ഞത് എനിക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതേ ഡയലോഗ് തന്നെ ഒരു മെമ്പറും പറഞ്ഞു, എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരാൾ വയ്യാതെ കിടപ്പാണ്, ഉഴിച്ചിലും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് നിർത്തിയില്ല. അങ്ങനത്തെ ഭയങ്കര ആഗ്രഹമുള്ള ഉറപ്പായിട്ടും വരുമെന്ന് ഉറപ്പുള്ള ഒരു പാരൻ്റ് ഉണ്ട് നമുക്ക്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള രമ്യക്ക് ഭയങ്കര താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു ലേഡിയാണ്. പക്ഷേ രമ്യ കുറച്ച് തീരെ വയ്യാത്തൊരവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് രമ്യ ഈ യാത്രയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രമ്യക്ക് തീരെ പറ്റാതെ അങ്ങനെ ഒഴിഞ്ഞു. അങ്ങനെ 5 പേര് പറഞ്ഞവരൊക്കെ അതിനകത്ത് പറ്റാത്തൊരവസ്ഥയിൽ റെസ്പോണ്ട് ചെയ്തവർ തന്നെ പിൻവാങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അപ്പോൾ അതൊരു പരാജയമായി എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ സ്റ്റാറ്റസ് ഇടാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ സുഹൃത്ത് വലയെന്ന് പറഞ്ഞാൽ കുറേ അധികം ആളുകൾ എൻ്റെ കോൺടാക്ട്സിലുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 20 പേരെങ്കിലും അല്ലെങ്കിൽ ഒരു 10 പേരെങ്കിലും ഉറപ്പായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ 26 പേര് റെസ്പോണ്ട് ചെയ്തു. ആ റെസ്പോണ്ട് ചെയ്തതിൽ എല്ലാവരും പറയുന്നത്, ഒരാൾ വർക്കലയുള്ള ആളാണ്, ഒരാൾ പയ്യന്നൂരുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവരൊക്കെ അവരുടെ ദൂരം ആണ് അവർ പ്രശ്നം പറഞ്ഞത്, കോഴിക്കോടുള്ളവർ, അങ്ങനെ കുറേ പേര്. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ റെസ്പോണ്ട് ചെയ്തത് എങ്ങനെയായിരുന്നു വെച്ചാൽ, എനിക്ക് വരാമായിരുന്നു, വീട്ടിലെ കുറച്ച് തിരക്കുകൾ എന്ന് പറഞ്ഞു. പിന്നെ വേറൊരാൾ പറഞ്ഞല്ലോ, കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളെ കൂടി കൂട്ടാമെങ്കിൽ വരാമായിരുന്നു. കുട്ടികളെന്ന് പറഞ്ഞവരൊക്കെ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളല്ല, 10ലും +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരാണ് ഈ പറയുന്നത് എന്നുള്ളത് ഓർക്കണം. അവർക്ക് ചായ വെച്ച് കൊടുക്കാൻ വീട്ടിൽ ആളില്ല, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഫുഡൊക്കെ പ്രശ്നമാകും, രാത്രി കുറേ വൈകി പോകാൻ അത് ബുദ്ധിമുട്ടാവും, വീട്ടിലേക്ക് എത്താനായിട്ട് വൈകിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അങ്ങനെയുള്ള കാരണങ്ങളാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊരു കാര്യം ശരി, അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാരണങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോൾ വീട്ടിലുള്ള പുരുഷന്മാരെ പറ്റി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഒന്ന് പുറത്തേക്ക് പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോകാനോ, തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ പോയിരുന്ന 2 പേരോട് വർത്തമാനം പറയാനോ ആരെയും റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. ആൺകുട്ടികളെ മുതൽ അങ്ങോട്ട് മുകളിലേക്ക്, അവന്മാരെ പ്രായമെത്തിയ ആൺകുട്ടികൾ തൊട്ട് വലിയവരായിരിക്കുന്ന ആണുങ്ങൾക്കൊന്നും തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു ആലോചിക്കേണ്ടി പോലും വരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു സിനിമ കണ്ടു, മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ കണ്ടു. അതിലൊരു യാത്ര പ്ലാൻ ചെയ്യുന്നതും സഡൻലി അത് പ്ലേസ് ചെയ്യുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഒരു കൊടൈക്കനാലിൽ പോകണമെന്ന് പറയുന്നു, അതാ വണ്ടി വന്നു, റെഡിയായി, ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും കൂടുതൽ ആൾക്കാർ വരിക. അവസാന നിമിഷത്തിൽ ഒരാൾ വരുന്നു, ഞാൻ കയറാന്ന് പറയുന്നു, അല്ലെങ്കിൽ വേറൊരാളെ പിടിച്ചുകൊണ്ട് വന്ന് കയറ്റുന്നു. ഇതുപോലെ അത്ര ഈസി അല്ല ഒരു സ്ത്രീയുടെ യാത്ര, അതും തൊട്ടടുത്ത്. അത് കൊടൈക്കനാലിൽ പോകാനാണെങ്കിൽ ഇത് ഇവിടെ തൃശ്ശൂർ തന്നെയുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് പോലും ഇങ്ങോട്ട് വരാനായിട്ട്, അല്ലെങ്കിൽ വെറുതെ ഒരു മണിക്കൂർ, അല്ലെങ്കിൽ വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ കെട്ടിയിടപ്പെട്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ പലരും പറയുമായിരിക്കും അത് അങ്ങനെയാണ്, അവർക്ക് ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാണെന്ന് പറയും. പക്ഷേ ഇതേ ഉത്തരവാദിത്തമുള്ളൊരു ഫാമിലിയിൽ എത്ര പേരുണ്ട്, അതിലൊരാൾക്ക് ഒരു ഇത്തിരി സമയം ആ ഉത്തരവാദിത്തം ഒന്ന് കൈമാറിയാൽ ആ വീട്ടിലെ സ്ത്രീക്ക്, അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ആർക്കാണെങ്കിലും ഇതുപോലൊരു യാത്രയ്ക്ക് അവരുടെ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കില്ലേ? അപ്പോൾ ശരിക്കും ഇത് പ്ലാൻ ചെയ്യാനുള്ള മറ്റൊരു റീസൺ കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാം, ഇതിന് ശേഷം പറയാം. എന്തായിരുന്നാലും ഇങ്ങനെയാണ് ഇവരിൽ നിന്നുള്ള പ്രതികരണം ഉണ്ടായത്. 2 പേരും കൂടി ജോയിൻ ആയിട്ടുണ്ട്. ടീച്ചർ ഇവിടെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുന്നതായിരിക്കും. സ്വയം പരിചയപ്പെടുത്തില്ലത് ഷിജി എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഷിജിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ മുന്നിൽ ഇൻ്റർവ്യൂവിന് വന്ന എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തതും എന്നെ ജോലിക്ക് എടുക്കാം കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞ തീരുമാനിച്ചു ജോലി തന്നതും. അതെ, ആദിത്യ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വന്ന, സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ വന്ന കുട്ടിയായിരുന്നു. അന്ന് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകുന്ന ശേഷം പിന്നെ ഈ കക്ഷിയെ എവിടെയാണെന്നോ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ FB-യിൽ വെച്ച് വീണ്ടും തിരികെ ഞങ്ങളുടെ സൗഹൃദം പുതുക്കി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ കക്ഷി ഒരു പുലി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഈ കക്ഷി ഇപ്പോൾ ഇന്ന് വലിയ നേട്ടങ്ങൾ നേടി ജീവിതം പടവെട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭകയാണ്. റെഡ് FM-ൻ്റെ റെഡ് ശക്തി അവാർഡും പിന്നെ ക്ലബ് FM-ൻ്റെ അവാർഡ് ഒക്കെ നേടി മികച്ച സംരംഭകയായിട്ട് പപ്പടം, പലതരത്തിലുള്ള പപ്പടങ്ങൾ, വളരെ രുചികരമായ പപ്പടങ്ങൾ അല്ലേ. പിന്നെ എന്തൊക്കെയോ ഇപ്പോൾ 2 പ്രോഡക്റ്റ് ഇറങ്ങിയത് ചമ്മന്തിപ്പൊടി, സൂപ്പർ പ്രോഡക്ട്സ് ഹൈലി റണ്ണിങ് ആണ്. ലൈറ്റ് കല്യാൺ പോലെയുള്ള വലിയ സംഭവങ്ങളിലേക്കൊക്കെയാണ് കക്ഷി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ടൈപ്പ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വളരെ മികച്ച സംരംഭകയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പടവെട്ടിയതാണെന്ന് പറയാൻ കാരണം ഒറ്റയ്ക്ക് നേടിയതാണ്. ഒരു നിമിഷത്തിൽ പെട്ടെന്നൊരു ദിവസം പ്രതീക്ഷിക്കാതെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഷിജി. 2 മക്കളെ അടിപൊളിയായിട്ട് അവരുടേതായ എന്താ പറയുക, അവരുടെ ഉള്ളിലെ ടാലൻസ് മുഴുവൻ പുറത്തെടുക്കുന്ന രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മികച്ച അമ്മ കൂടിയാണ്. ഒപ്പം തന്നെ സ്ത്രീകൾക്കൊക്കെ മാതൃകയാക്കാവുന്ന, എപ്പോഴും ഈ ചിരിച്ച മുഖം, ഒരു കൃഷ്ണഭക്തിയും കൂടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു മിടുക്കി കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ നമ്മുടെ 2 അവതാരങ്ങൾ, 2 മൂർത്തികൾ അവതാരത്തിലെടുക്കുന്നു. നിമിഷക്കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ക്ലിനിക്കിൽ പെട്ടെന്നൊരു ദിവസം യാദൃശ്ചികമായിട്ട് വന്നതാണ്. കുട്ടിയെ കൊണ്ടുവന്നതാണ് പഠിപ്പിക്കാൻ വേണ്ടി, നിമിഷയുടെ കസിനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ വീട്ടിലേക്ക് കൊടുക്കുന്ന വർക്കൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. അതാരാന്ന് അന്വേഷിച്ചപ്പോഴാണ് നിമിഷയാണ്, അതായത് ആ കുട്ടിയുടെ കസിനാണ് അവളെ പഠിപ്പിക്കുന്നത് മനസ്സിലായി. നോക്കിയപ്പോൾ വർക്കൊക്കെ വളരെ കൃത്യം,
ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഈ കുട്ടിയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ ആളെ ഇങ്ങോട്ട് എടുത്തു, സിനിമയിലെടുത്തു എന്ന് പറഞ്ഞ വഴി ഞാൻ അവിടെ ജോലിക്ക് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കക്ഷി വേറെ എവിടേക്കൊക്കെയോ പറന്നു പോയി. പകരത്തിന് എനിക്ക് കിട്ടിയതാണ് ദാ മുതലിന്. അങ്ങനെ ഈ 2 സുഹൃത്തുക്കളും ചേർന്നാണ് നമ്മുടെ ക്ലാസ്സിൽ എന്താ പറയുക പടയോട്ടം നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 10-12 സ്റ്റാഫായിട്ട് സ്വാതിക പാർവതിയുടെ കീഴിലത് അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിമിഷ മഷിദി എന്ന് പറഞ്ഞ കുട്ടികളെ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് കുഞ്ഞു കുട്ടികളെ തൊട്ട് വളരെ ക്ഷമയോടുകൂടി പഠിപ്പിക്കുന്ന മിടുക്കികളാണ്. പിന്നെ അതിനേക്കാൾ ഏറെ ഇവർ എന്തിനു വിളിച്ചാലും നമ്മുടെ കൂടെ കട്ടക്കുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ യാത്ര കഴിഞ്ഞ തവണ ഉണ്ടായത് തൃശ്ശൂർ കറങ്ങലിന് അഷിത ഉണ്ടായിരുന്നു. അന്ന് നന്ദയും ലക്ഷ്മിയാണ് കൂടെ ഉണ്ടായത്. ഈ ചെറുപ്പക്കാർ പിള്ളേരെ കൂടെയായിരുന്നു കേട്ടോ ഞാൻ കറങ്ങി. അന്ന് അടിപൊളിയായിരുന്നു. ഞാൻ അവരുടെ കൂടെ കറങ്ങിയിട്ട് ഇവരുടെ ഒപ്പം ഇവരെക്കാൾ താഴേക്കായി. എനിക്ക് പറയാൻ മടി, എന്നെ കൂടെ നടത്താനൊക്കെ ഒരു മടി. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പ്രായം കുറവല്ലേ തോന്നുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ഇവരെ കൂടെ കൂടി അടിച്ച് പൊളിച്ച് തൃശ്ശൂർ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബൈബിൾ ടവർ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ കയറണമെന്നും പറഞ്ഞ് അങ്ങനെ കയറി അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു തൃശ്ശൂർ കാഴ്ച കണ്ടതാണ്. ഈ കുട്ടികളുടെ കൂടെയൊക്കെ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇത് വേറൊരു ലെവലാണ്. അന്നാണ് നമ്മൾ ജീവിക്കുന്ന ലോകം ഇത്ര വലുതായിരുന്നു എന്ന് മനസ്സിലായത്. അത് ചെറിയൊരു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുകയാണ്. തോട് പൊടിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ അറിയണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ വലിയൊരു ലോകമുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ ഇത്തരം ചെറിയ യാത്രകളുടെ പ്രത്യേകത എന്താണെന്നുള്ളത് പറയാമോ? അതായത് നമുക്കിപ്പോൾ വേണമെങ്കിൽ അതിരപ്പള്ളി പോവാം, അല്ലെങ്കിൽ വാഴച്ചാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊക്കെ പോവാം. അതല്ലാതെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നമുക്ക് ചെന്നെത്താവുന്ന ദൂരത്തിലുള്ള ഇത്തരം ചെറിയ യാത്രകൾക്കുള്ള പ്രത്യേകത എന്താണെന്നുള്ളത് പറയാം. ചെറിയ യാത്രകളുടെ പ്രത്യേകത പറയാമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മളവിടെ വളരെ അടുത്തല്ലേ, വീട്ടിലേക്ക് രാത്രി എത്താം, വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ എന്താണെന്ന് പറയാം, നമ്മുടെ സ്വന്തം സ്ഥലമാണെന്നുള്ളൊരു ഫീലോട് കൂടി നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ചും കൂടി കൂടുതലൊന്നും ആലോചിക്കാൻ നമുക്ക് ഇറങ്ങി പുറപ്പെടാം. വേറെ കൂടുതൽ പ്ലാനിങ് ഒന്നും ഇല്ലാതെ തന്നെ തൃശ്ശൂർക്ക് ഇറങ്ങാം. പിന്നെ കയ്യിൽ വേറെ ഒന്നും കരുതിയില്ല, കുട്ടി വെള്ളം മാത്രമായാലും ചാടി വെള്ളം പോലും ഇല്ലാണ്ട് ഇവിടെ ഇറങ്ങാതിരിക്കുന്നത്. അപ്പം അങ്ങനെ മറ്റാരും ലീഡ് ചെയ്യാനില്ലാതെ നമ്മൾ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ തീരുമാനിച്ചാൽ മതി അടുത്തെങ്കിലും പോകണം. ഇന്നിപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ പാവം ഷീജി 10 മിനിറ്റ് മുമ്പ് അവിടെ വന്ന് കാവലിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും 3 പേരും കൂടിയാണ് തീരുമാനിക്കുന്നത്. ഇപ്പം എന്താ ചെയ്യുക, ഇവിടെ അടച്ചിട്ടേക്കുണ്ട്, നമ്മുടെ ശക്തൻ പാലസ് ഒക്കെ അടച്ചിട്ടേക്കുണ്ടോ. അപ്പോൾ അത് അടച്ചിട്ടേക്കുക. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, അത് കുറേ നാളായിട്ട് അടച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് എന്നാൽ സംഗീത നാടകത്താൻ എനിക്ക് വരാം എങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത് വന്നത്. അപ്പോൾ അതുപോലെയുള്ള കുഞ്ഞു പ്ലാനിങ് ഇല്ലാതെ തന്നെ നമുക്കൊന്ന് പോയിട്ട് വെറുതെ ഒന്ന് പറഞ്ഞിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയായിരിക്കും തൊട്ടടുത്തുള്ള യാത്ര. ഇനി നമ്മുടെ ലക്ഷ്യം എന്തൊക്കെയാണ്, എങ്ങോട്ടൊക്കെ പോകണം നമ്മൾ? ഇനി നമ്മുടെ യാത്രകൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അതെ, നല്ലത് സർപ്രൈസ് ആണ്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ പോവല്ലേ നമുക്ക്? റെഡി ഗെറ്റ് സെറ്റ് ഗോ. ഓക്കേ ബൈ. മനോഹരമായ ഒരു സായാഹ്നത്തിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ആദ്യം ഞങ്ങൾ എത്തിയത് പുത്തൻപള്ളിയിലാണ്. മനോഹരമായ ആ പള്ളി ഭീമാകാരമായ ഒരു വെണ്മയുള്ള ശില്പം പോലെ അവിടെ ഞങ്ങളെ സ്വീകരിക്കാനായി തെളിമയാർന്ന് നിന്നു. പള്ളിയേക്കാളേറെ ഞങ്ങൾ ആസ്വദിച്ചത് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും ബഡായികളുമാണ് എന്ന് വേണം പറയാൻ. വെറും 20 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ബൈബിൾ ടവറിനകത്തേക്ക് കടക്കാൻ തയ്യാറായി. മനോഹരമായൊരു കവാടം, ലിഫ്റ്റിൽ മുകളിലേക്ക് കയറാം. 26 നിലകളുണ്ട്. അതിൽ 24 നിലകൾ വരെ കയറാം. പക്ഷെ തിരിച്ചിറങ്ങേണ്ടത് പടികളിലൂടെ തന്നെയാണ്. അത് കേട്ടപ്പോൾ ആദ്യമൊന്ന് സംശയിച്ചു, ഇത്രയും നിലകൾ എങ്ങനെ ലിഫ്റ്റ് ഇല്ലാതെ താഴേക്ക് ഇറങ്ങി വരുമെന്ന്. അങ്ങനെ ബൈബിൾ ടവറിൻ്റെ 24ാമത്തെ നില കീഴടക്കി. ഇവിടെ നിന്നാൽ തൃശ്ശൂർ നഗരം 15 കിലോമീറ്റർ ചുറ്റളവിൽ വൃത്തിയായി കാണാം. ഇതിനും മുകളിലേക്ക് പ്രവേശനമില്ലാട്ടോ. അതെ, ഇതാണ് നാം ജീവിക്കുന്ന വലിയ ലോകം. നഗരക്കാഴ്ചയിൽ നിന്ന് കണ്ണെടുക്കാൻ അനുവദിക്കാത്ത കിളിവാതിലുകൾ. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി തുടങ്ങി. മനോഹരമായ ഈ വരാന്തയിൽ വെച്ച് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നഗരമധ്യത്തിലെ ഈ നിമിഷത്തെ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ. സുഖമുള്ളൊരു കാറ്റ് ഞങ്ങളെ തഴുകി തലോടി. ഞങ്ങളോടൊത്ത് കുറച്ചു നേരം ചിലവഴിക്കാൻ കാറ്റിനും തോന്നിക്കാണുന്നേ. അതെ, നല്ല സുഖമാണ്. വെയിലിനോടും കാറ്റിനോടും മാത്രം വർത്താനം പറഞ്ഞിരിക്കാൻ, മറ്റൊന്നും ആലോചിക്കാനില്ലാത്ത മനോഹരമായൊരു ഇടം. ഈ നേരം, ഈ നിമിഷം ഏറെ പ്രിയപ്പെട്ടതാകുന്നു. ഉലകം കാൺക ആരോമൽ ചിരിയാൾ ബാലേ നറുമൊഴി നിറയു നീ. Successfully explored Bible Tower. ഫ്രഞ്ച്
ഡച്ച്. പല ഭാഷകളിലും ലിപികളിലുമുള്ള ബൈബിളുകൾ കണ്ടതിന് ശേഷം ഞങ്ങളിതാ താഴത്തേക്ക് ഇറങ്ങി. താഴത്തേക്കുള്ള യാത്ര ഒരുപാട് സംശയം ജനിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ആ സംശയം തീർന്നത് മുഴുവൻ ചുമരിലെ ചിത്രങ്ങൾ കണ്ടതിന് ശേഷമായിരുന്നു. മനോഹരമായ വ്യത്യസ്ത രീതികളിലുള്ള വ്യത്യസ്ത നിറങ്ങളിലുള്ള ചിത്രങ്ങൾ മുഴുവനും ചുമരിൽ നിറയെ കൊത്തിവെച്ചിരിക്കുകയായിരുന്നു. പല തരം ചിത്രങ്ങൾ, ഓരോ നിലയിലും ഓരോ തരം ചിത്രങ്ങളായിരുന്നു. ഒരു നിലയിൽ മരം കൊണ്ടുള്ള ചിത്രങ്ങളാണെങ്കിൽ ഒരു നിലയിൽ ജലഛായം കൊണ്ടായിരിക്കാം, ഒരു നിലയിൽ എണ്ണച്ചായം കൊണ്ടായിരിക്കാം. അങ്ങനെ പല തരത്തിലുള്ള പല കഥകൾ പറയുന്ന ചിത്രങ്ങൾ കണ്ടാണ് ഞങ്ങൾ ഓരോ നിലയും ഇറങ്ങിയത്. അങ്ങനെ നിറമാർന്ന ചുവരുകളുള്ള ആ കെട്ടിടം ഞങ്ങളുടെ മനസ്സിനും നിറം പകർന്നു. കണ്ടാസ്വദിച്ചും സംസാരിച്ചും നിലകൾ കടന്നു പോയതറിഞ്ഞില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ താഴെ എത്തി. ബൈബിൾ ടവർ കണ്ടിറങ്ങിയിരിക്കുകയാണ്. കണ്ടിറങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് ഷെയർ ചെയ്യൂ. അടിപൊളി. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടിരുന്നു. ഈ പിള്ളേരെ കൂടെ വന്നിട്ട് ആദ്യമായിട്ട് വന്നവര് പറഞ്ഞോളൂ. ആദ്യമായിട്ട് വന്നവരെ എക്സ്പീരിയൻസ് തൃശ്ശൂരിനെ കൈയിൻ്റെ ഉള്ളിലാക്കി. അതെ, 30 മിനിറ്റ് ചോദിക്കൂ. എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി. മുകളിൽ കയറിയിട്ട് നമ്മൾ ആ കാറ്റ് കൊണ്ട് ഇങ്ങനെ റീൽസ് ഒക്കെ എടുത്തു. തൃശ്ശൂർ നഗരം മുഴുവൻ ഞങ്ങൾ കണ്ടു. സൂപ്പറായിരുന്നു, അടിപൊളി. ഞങ്ങൾക്ക് മാത്രമല്ല, കുട്ടിത്തം വിട്ടുമാറാത്ത കുഞ്ഞമ്മമാർക്കും പാവക്കടയിലേക്ക് പോകണമെന്നായി മോഹം. മറ്റൊരു നിറങ്ങളുള്ള ലോകം, പാവകളുടെ ലോകം. പാവകളിങ്ങനെ ചുമരിൽ നിറഞ്ഞിരുന്ന് നമ്മളെ മാടി മാടി വിളിക്കുന്ന പോലെ തോന്നി. പോണ വഴിക്ക് ആകാശപ്പാലം കണ്ടു. ആകാശപ്പാലം നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നതായിരുന്നു. പക്ഷേ അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കണതുകൊണ്ട് അവിടേക്ക് കയറാനായിട്ട് ഇപ്പം അനുമതിയില്ല. അപ്പോൾ ഇനി അടുത്ത വരവിനാവാം. കാത്തുകാത്തിരുന്ന നമ്മുടെ അവസാനത്തെ സ്ഥലം വഞ്ചിക്കുളം പാർക്ക്. ആഹാ, എന്ത് രസാ അത് കാണാൻ. ഇത്തരം കുഞ്ഞു സ്ഥലങ്ങൾക്ക് മനോഹാരിത പകരുന്നത് ഞങ്ങളുടെ കൂട്ടുകെട്ട് തന്നെയാട്ടോ. I keep a photograph in which we were in love, caught in your eyes, waiting for the sunrise. അങ്ങനെ ഞങ്ങളുടെ 2 ഡ്രൈവർമാരും സ്വാതിജ പാർവതിയും അഷിതയും പെഡൽ ചവിട്ടിക്കൊണ്ട് നടുവിലിതാ നിമിഷ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് ഞങ്ങളിതാ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇനി സ്ട്രെയിറ്റ് പോട്ടെ. അങ്ങനെ അതാ നമ്മൾ വഞ്ചിക്കുളത്തെ ബോട്ടിങ്ങിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്താൽ മതി. ഇവരെവിടെയും ഇടിപ്പിക്കാണ്ടിരുന്നാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ഡ്രൈവർമാർ 3 പേരുണ്ട്. നമുക്ക് ഞങ്ങൾ 2 പേരെ കൊണ്ടുപോകാനായിട്ട് 3 ഡ്രൈവർമാർ. ഞാനും ഷിജിയും ഇവിടെ എൻജോയ് ചെയ്തു. അങ്ങനെ അല്ല, ഇതൊരു സംഭവം കേട്ടോ. നമ്മുടെ തൃശ്ശൂര് ഇങ്ങനെ ഒരു കനാല് രസല്ലേ, അടിപൊളി. സൂപ്പർ എക്സ്പീരിയൻസ്. നമ്മുടെ മനക്കുടി ചില പെരുമ്പഴപ്പാടത്ത് കൂടിയൊക്കെ ഇതുപോലെ കനാലിൽ കൂടെ പോകുന്ന രസല്ലേ. പക്ഷേ ഇത് അടിപൊളി. നമുക്ക് പറയുന്നുണ്ട്. ആ ചേട്ടൻ പറഞ്ഞേക്കണത് കാണാൻ പറ്റുന്നിടത്തോളം വരെ പോകാനാണ് പറഞ്ഞത്. അവർക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് നമ്മളെ കാണാൻ പറ്റുമോ നമ്മളെ എങ്ങനെ അറിയും? യെസ്, നമ്മുടെ 3 ഡ്രൈവർമാർ നമ്മളെ സുരക്ഷിതമായിട്ട് ഇതാ ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ച് എത്തിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ നാട്ടാരെ രക്ഷിക്കണേ. തിരിച്ചോ. ഈ ഡ്രൈവർ നടുവിലത്തെ ഡ്രൈവർ വണ്ടി തിരിച്ചേ. എനിക്ക് പൈസ ബർഗിൽ ഇടിച്ച് നിൽക്കും. ഇനി എങ്ങനെ തിരിക്കേണ്ടത് അറിയോ? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഒരാൾ ലെഫ്റ്റ് ആയിരിക്കും. അയ്യോ നാട്ടാരെ, ഇതിപ്പോ അവിടെ കൊണ്ടിടിപ്പിക്കാണതാ. അയ്യോ ഇടിക്കാൻ പോണേ. ഇനി എവിടിക്കുക? ഇതെന്താ പാമ്പിന്റെ പോലെ വളഞ്ഞു പോകുന്നത്? ആന കുത്താൻ വന്ന എങ്ങനെയാണ് വഞ്ചി ഓടിക്കണത്? സ്വാതിജ പറഞ്ഞു പറഞ്ഞ നേരത്തെ പറഞ്ഞത് അതല്ല നേരത്തെ പറഞ്ഞത്. എങ്ങനെയുണ്ടെന്ന് വേണം. സൂപ്പറാണോ? നിമിഷാജി ഇതർ ദേക്കിയേ. അതെ അതെ, ആ ഡൈവിങ് ചെയ്തോണ്ടിരിക്കും. ഡൈവിങ് നമ്മുടെ ഹാൻഡിൽ പിടിച്ച് വലത്തോട്ടെടുത്തോട്ട്, ഒരാൾ വലത്തോട്ടെന്ന് പറയുമ്പോൾ മറ്റേ എടുത്തോട്ടെന്ന് പറയും. അതെ, ഫ്രീ ആയിട്ടിരിക്കുകയാണ്, റെസ്റ്റ് ചെയ്യാണ്. അതെ, അല്ല എങ്ങടെ പോണേ? വഴി മാറി ഡ്രൈവർമാർ 3 റെസ്റ്റ് ചെയ്യാൻ. നമ്മൾ 3 ഡ്രൈവർമാർ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നടു റോഡല്ലത്, നടുവെള്ളത്തിൽ. എൻ്റെ ഡിയേഴ്സ്, ഞാനിട്ട സ്റ്റാറ്റസ് കണ്ട് ഞാൻ ആദ്യം അമ്മൂസിലിട്ട നോട്ടിഫിക്കേഷന് ആകെ പ്രതികരിച്ചത് വെറും 5 പേര്.
വെരി പാത്തറ്റിക്. അതിനുശേഷം ഞാനത് സ്റ്റാറ്റസ് ഇട്ടു, പ്രതികരിച്ചത് 26 പേര്, വെറും 26 പേര്. അതിൽ നിന്ന് വരാമെന്ന് പറഞ്ഞത് 8 പേര്, വന്നത് ഞങ്ങൾ 5 പേര്. ഞങ്ങൾ 5 പേര് മതിന്നേ. ഞങ്ങളുടെ ഈ ഒരു ബോട്ടിൽ ഞങ്ങൾ 5 പേര്. ഹായ് മക്കളെ, അല്ലേ? സൂപ്പറാണ്, ഞങ്ങൾ പൊളിയാണ്, അടിപൊളിയാണ്. ഞങ്ങൾ എല്ലാ മാസവും ഇതുപോലെ ഇറങ്ങും, ഓരോ ദിവസം അല്ല ഞങ്ങൾ എൻജോയ് ചെയ്യാൻ ഇറങ്ങും. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വായോ പിന്നാലെട്ടാ, ഞങ്ങളുടെ അടിപൊളിയാണ്, സൂപ്പറാണ്. അഷിതേ അടിപൊളി സെറ്റ്. അറിയാം നമ്മുടെ ഇഷ്ടങ്ങളെ അറിയാൻ, നമ്മളുടെ ആസ്വാദനത്തെ അറിയാൻ. മാസത്തിൽ ഒരു ദിവസം എന്റെ മക്കളെ ഇതുപോലെ ഒന്ന് പൊളിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? ഓടി തീർക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അത് നമ്മുടെ ചെറിയ തൃശ്ശൂരിനുള്ളിൽ ഇത്രയധികം സ്ഥലങ്ങളാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അല്ലാതെ കുറച്ചു നേരം വെറുതെ വർത്തമാനം പറയാം, വെറുതെ ഇത് മാറ്റി അങ്ങോട്ടും വെറുതെ ചിരിക്കാൻ, വെറുതെ ഒന്നിച്ചിരിക്കാൻ. ഇതുപോലെ ഒരു ചിരിനേരം കണ്ടേ, വേണ്ടോര് വന്നോ, ഞങ്ങളെല്ലാ മാസം പൊളിക്കും അവസ്ഥയായിരിക്കും. എല്ലാവരും ഒരുപോലെ ഇടുന്നേ. ഫോട്ടോ എടുക്കില്ല, ആര് ഫോട്ടോ എടുക്കും? അങ്ങനെ ഞങ്ങളിതാ സക്സസ്ഫുള്ളി ഇതവിടെ ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എടുത്ത മിഷനാണ്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ എത്തിയിരിക്കുകയാണ് സുരക്ഷിതമായിട്ട്. ഞങ്ങളുടെ 3 ഡ്രൈവർമാരും കൂടി ഞങ്ങളെ കൃത്യമായിട്ട് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ഞങ്ങളിവിടെ എത്തണവരെ ആ ചേട്ടൻ ഇവിടെ ശ്വാസം പിടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ ഐസ്ബർഗിലൊന്നും ഇടിപ്പിക്കാതെ ഞങ്ങളിവിടെ 3 പേര് എത്തിച്ചിരിക്കുകയാണ്. 1775 മുതൽ 1958 വരെ ഈ വഞ്ചിക്കുളം കടവ് സജീവമായി നിന്നിരുന്നതാണ്. പിന്നീട് ഈ കടവിനെ എല്ലാവരും ഉപേക്ഷിച്ചു. ഈ അടുത്താണ് ഇത് ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ ആക്കിയെടുത്തത്. വെറുതെ നടക്കാനും ഇരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങൾ, ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റി, ഓപ്പൺ ജിമ്മ്, അങ്ങനെ ഒരുപാട് കാണാനും, അതായത് മുകളിലേക്ക് കയറി ചെന്ന് കാഴ്ച ആസ്വദിക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. Like the lights of fireflies, we were obsessed and we felt warmth in our chests. നമ്മുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. Your heart was full of dreams, it made you feel extreme. Give me a sign if you keep it in mind. But somebody told me that it's over. I know it's true. You made me happy for a while. എത്ര മണിക്ക് തുടങ്ങിയ യാത്ര? 3 മണിക്ക് തുടങ്ങിയ യാത്ര. ഇപ്പം എത്ര മണി? സമയം 7:20. അപ്പോൾ ഇത്രയും സമയം നമ്മൾ തൃശ്ശൂർ ഫുൾ അടിച്ചു പൊളിച്ച് കറങ്ങി. തൃശ്ശൂർ ഫുൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. പുത്തമ്പള്ളി പോയി, മറ്റേ മാർക്കറ്റ്, അതിൻ്റെ ചുറ്റുള്ള മാർക്കറ്റ് പോയി, പിന്നെ എന്താണ് തെണ്ടി നടന്നു. അതെ, അങ്ങനെ പല പല സാഹസിക അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മൾ വഞ്ചിക്കുളത്ത് എത്തി നിൽക്കുകയാണ്. ഇനിയും ഇവിടുന്ന് പോകുന്നുള്ളത് നമുക്കറിയില്ല, വേറെ എങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ത്രീ ശക്തി മുഴുവൻ എല്ലാവർക്കും വിതറിക്കൊടുത്ത് വാരി വിതറിക്കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അഞ്ജുവിനെ കണ്ടു, ഞങ്ങളുടെ ടീമിലേക്ക് ഞങ്ങൾ ശക്തിയുക്തം ഒരാളെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ നേരത്തെ പറഞ്ഞ മാതിരി ഷിജി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ നിങ്ങളെക്കാട്ടും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ എല്ലാവരും അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇത്രയും പേരായിരിക്കുകയാണ്. ഈ ഒരു യാത്രയിൽ നിന്നും എന്തെങ്കിലും പാഠം പഠിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും എന്തൊക്കെയാണ് പറയാനുള്ളത്? ഫസ്റ്റ് തൊട്ട് ഇപ്പോൾ വരെയുള്ള ഇത് എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ, സ്റ്റാറ്റസ് ഇട്ടത് കൊണ്ടോ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് കൊണ്ടോ നമ്മളുടെ സന്തോഷം നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടോ ഒന്നും ആൾക്കാർ നമ്മുടെ കൂടെ വരുന്നില്ല. ഇതുപോലെ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും ഒരുപാട് പറഞ്ഞു. കാരണം നമ്മൾ എല്ലാ സ്ത്രീകളും വീട്ടിൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ രാവിലെ തൊട്ട് രാത്രി വരെ എന്നും ചെയ്യണ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നല്ലാതെ, ഒരു ചക്രം തിരിയണ മാതിരി അതിനകത്ത് പെട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ, ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം, ഒരു നേരം, 1 മണിക്കൂർ എനിക്ക് വേണ്ടി ഒന്നിനുമല്ലാതെ കുറച്ച് സമയം ഇരിക്കുക, വെറുതെ കുറച്ച് നേരം ശ്വസിക്കുക, എൻ്റെ ശരീരത്തെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഉറക്കൊന്ന് ചിരിക്കുക, എല്ലാവരും കൂടെ വെറുതെ വർത്തമാനം പറയുക എന്നുള്ള ഒരു അയ്യോ എനിക്കത് ചെയ്യാണ്ട്, അയ്യോ എനിക്കിത് ചെയ്യാണ്ട് എന്നുള്ള ഒരാദികളൊന്നുമില്ലാതെ ഒക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളത് വേണ്ടി, അത് ചെയ്യുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ സന്തോഷം എന്താണെന്ന്. അതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഞാൻ പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്തത് കൊണ്ടൊന്നും വരില്ല. സ്വയം തീരുമാനിക്കണം ആളുകൾ, എനിക്ക് ആനന്ദം അല്ലെങ്കിൽ എനിക്ക് സന്തോഷം വേണം എന്നുള്ളത്. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ തന്നെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടെത്താൻ എപ്പോഴാണോ ഒരു വ്യക്തി സ്വയം തീരുമാനിക്കുന്നത്, അപ്പോൾ മാത്രമേ ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരുള്ളൂ എന്നുള്ള ഒരു പാഠമാണ്. ഞാനായിട്ട് ഒരാളെ എന്താ പറയുക പ്രൊവോക്ക് ചെയ്തുകൊണ്ടോ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടോ ഇൻസ്പയർ ചെയ്തുകൊണ്ടോ ഒന്നും
ഇങ്ങനെ ഒരു ഇതിലേക്ക് ആരും എത്തിച്ചേരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മൾ എല്ലാ മാസവും തുടരാൻ തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നാലും ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ കൂടെ കൂടുന്നവർക്കൊക്കെ കൂടാവുന്നതാണ്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ ഒറ്റയ്ക്ക് വന്ന് കുറച്ച് സമയം ഇരുന്നു. രാത്രി കുറച്ച് പർച്ചേസിങ്, കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ തൃശ്ശൂർ ചെയ്യാണ്ടാണ്. അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് ഈ ലൈറ്റിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു റൗണ്ടിന് ചുറ്റും എൻ്റെ അമ്മൂസ് ഗ്രൂപ്പിലെ എൻ്റെ അമ്മമാരുടെ കൂട്ടായ്മയിൽ എല്ലാവരും കൂടെ വട്ടമിട്ടിരുന്നുകൊണ്ട് ഇതുപോലെ ഒന്ന് വർത്തമാനം പറയണം എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഒപ്പം തന്നെ നമുക്കറിയാം ഒരു ഓഡിറ്റോറിയം പോലും ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് അടുത്തൊരു കൂട്ടായ്മ നമ്മുടെ രജൂലയ്ക്ക് വേണ്ടി, രജൂലയെ ഓർമ്മിച്ചുകൊണ്ടുള്ളൊരു കൂട്ടായ്മ നമുക്ക് അവിടെ വെച്ച് ചെയ്യണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ പറയുമ്പോഴേക്കും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവുന്നതാണ്. പക്ഷെ എല്ലാവർക്കും ഒരുപാട് ഇതിനേക്കാൾ വലിയ, അതായത് അവനവൻ്റെ ഉള്ളിലെ ആനന്ദത്തേക്കാൾ വലിയ കുറേ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടൊഴുകുകയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വപ്നം നടന്നത് ഇതിൻ്റെ ചുറ്റുമുള്ള നിറയെ ആളുകൾ എന്നുള്ളതിൽ നിന്ന് ഇത് ഇത്രയും പേരിലേക്കെങ്കിലും എത്തി എന്നുള്ളത് ഞാൻ എൻ്റെ വിജയമായിട്ട് തന്നെയാണ് കരുതുന്നത്. പരമാവധി ഞാൻ അറിയുന്നവരിലൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ അറിഞ്ഞ ആനന്ദം, ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, അത് ഒന്നറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഒന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് എത്ര പ്രഷ്യസ് ആണെന്നറിയോ, എത്ര എവിടെയും നമുക്ക് കിട്ടാത്തൊരു സാധനമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മാത്രമാണ് അത് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ യാത്രയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ വലിയൊരു ട്രഷറാണ് നമ്മുടെ ഉള്ളിലെ ആനന്ദം എന്ന് പറയുന്നത്. അത് വേറെ എവിടെയും തപ്പിപ്പോയാൽ നമുക്ക് കിട്ടില്ല. ആൽക്കമിസ്റ്റിലൊക്കെ പറയണ പോലെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഷിജി മാമിൻ്റെ എക്സ്പീരിയൻസ്? ഇന്നൊരു ദിവസം ഷിജി എങ്ങനെ നോക്കിക്കാണും? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ടും ഒറ്റയ്ക്ക്. അല്ലാച്ചെങ്കിൽ അമ്മയും മക്കളും ആരെങ്കിലൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ. ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത് ലൈഫിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റിലേറ്റീവ്സോ മക്കളാരെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പിന്നെ ഏറ്റവും ഞാൻ ആദ്യമായിട്ട് നോക്കിയത് ടീച്ചറുടെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ റെജുലയുടെ ഒരു കണ്ടന്റാണ് ടീച്ചർ ആദ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീണ്ടും നമ്മൾ കണ്ടതും. അതെ, റെജുലയുടെ ഓർമ്മദിനത്തിനാണ് ഞാൻ ഷിജിയെ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ സ്ട്രൈക്ക് ആയത്. പിന്നെ ടീച്ചറുടെ ഡയലോഗുകളൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞാൻ ടീച്ചർ നോക്കി നോക്കാൻ പറ്റുന്നത്. മെയിൻ കാര്യം പൈസ ഇല്ലല്ലോ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൂടുക. നമ്മുടെ ടൂ വീലറിന് നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു ടൂർ പോകാൻ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പോകാത്തതിൻ്റെ മെയിൻ റീസൺ പൈസ ഉണ്ടാവും. എല്ലാവരും കൂടിയിട്ടാവുമ്പോഴും ബുദ്ധിമുട്ടാവുമല്ലോ വെച്ചിട്ട് നമ്മൾ പിന്നാക്കം വരികയാണ് വരുന്നത്. ഇതാവുമ്പോൾ നമുക്ക് തൃശ്ശൂർ നമ്മൾ കണ്ടിട്ട് കൂലി ഇപ്പോൾ എത്ര ആളായിട്ട് കൂലി ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും അല്ല വണ്ടിയിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിർത്തി നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം ഒരു സിറ്റുവേഷനൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. തിരക്കിലാണ്. അപ്പോൾ ഇത് രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ എന്ത് കാര്യം നമുക്ക് തിരക്കൊന്നും ഇല്ല ജീവിതത്തിൽ. ആരുടെയും തിരക്കൊക്കെ നമ്മൾ ഉണ്ടാകണ്ട, അതും കുറേയൊക്കെ നമ്മൾ സൃഷ്ടിക്കുന്ന തിരക്കുകളാണ്. സത്യം. ഒരിത്തിരി നേരം നമുക്ക് അതിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ എല്ലാവർക്കും മോട്ടിവേഷനിലും ഇൻസ്പയർ ചെയ്യുന്ന വാക്കുകളിലൊക്കെ പറയുമ്പോൾ നമുക്ക് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റുള്ളവരെ അവഗണിച്ചിട്ടല്ല നമ്മൾ സെൽഫ് ലവ് പറയുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ കാര്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കായിട്ട് അവർ മക്കളായാലും ഇപ്പോൾ വലുതാകുമ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് അവർക്കൊരു സ്പേസ് ഉണ്ടാവും. അതെ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വയസ്സാകുമ്പോഴായാലും നമുക്കൊരു സ്പേസ്, നമ്മളെന്തായിരുന്നു എവിടെയെങ്കിലും നമ്മൾ പോയിട്ടുണ്ടോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നഷ്ടബോധം വരുന്നൊരവസ്ഥയിലേക്ക് എത്തരുത് എന്നുള്ളൊരു ഇതില്ല. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളത് നമുക്കൊരു തോന്നല്. ഇന്നത്തെ ഒരു ഏഡിനെ കുറിച്ച് നേരത്തെ ഞാൻ ബോട്ടിലിരിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഏടാണ് ഇന്ന് കഴിഞ്ഞത്. ഇന്നത്തെ ഈ ദിവസം എന്നുള്ളൊരു ഏഡിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ ഷിജി എന്തായിരിക്കും? ഉള്ളിൽ എന്ത് വികാരമാണ് വരുന്നത്? ഇത്രയും നാൾ ജീവിച്ചതിൽ എന്താ പറയുക, എനിക്ക് വേണ്ടി കുറച്ച് സമയം എടുത്തതായിട്ട് ഇപ്പോൾ ഒരു 10 വർഷമായി ഉണ്ടാവും ഞാനൊരു ഓട്ടം തുടങ്ങിയിട്ട്. ആ ഓട്ടത്തിൽ ഇപ്പോൾ ഒരു ദിവസം അതിന് വേണ്ടി മാറ്റി അതിലെന്ത് തോന്നുന്നു? അല്ല, സന്തോഷം മാത്രമല്ല, എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്ട് തോന്നുന്നു. അതാണ് വേണ്ടത്, അതാണ് നമ്മുടെ ലക്ഷ്യം. അവനവന് വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കുക എന്നുള്ളൊരു അതാണ്. അത് നമ്മൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം എങ്കിലും. അതെ, നമുക്ക് നമ്മളെ ഒന്ന് റെസ്പെക്ട് ചെയ്യണം. നമ്മളെല്ലാവർക്കും വേണ്ടി കൊടുത്ത് തീരാനുള്ളതല്ലല്ലോ ഇത്. എനിക്കൊരു ശരീരമുണ്ട്, എനിക്കൊരു മനസ്സുണ്ട്, എനിക്കും എൻ്റെ ചിരിക്ക് വിലയുണ്ട് അല്ലേ? അപ്പോൾ മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ള പല പാരൻസ് അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ വീട്ടിലെ റിമോട്ട് ഞാൻ കൈകൊണ്ട് തൊടാറില്ല. വീട്ടിലെ അമ്മമാർ പറയുന്ന ഡയലോഗാണ്, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കേണ്ടതാ. അതായത് വീട്ടിലെ റിമോട്ട് ഞാൻ തൊടാറില്ല, കാരണം വീട്ടിൽ അച്ഛൻ, അമ്മ, ഭർത്താവ്, മക്കള് ഇവരുടെയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്കതിലെന്ത് കാണാനാണ്? ഇത് ഒരമ്മയല്ല, ഞാനിത് കേൾക്കുന്ന അമ്മമാരിൽ ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ പറയും. സത്യമാണ്. അങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരെ അവസാനം നേരത്തെ ഷീജി പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് എപ്പോ എന്ന് എല്ലാം കഴിയുമ്പോൾ നമ്മളുണ്ടാവും. റജൂലയുടെ അനുഭവമാണ്. റജൂല എന്ന് പറഞ്ഞാൽ
അങ്ങനെ ഒരു അമ്മയായിരുന്നു. അത്രയും അത് എന്താ പറയുക, ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു അതിശക്തിയായ ഒരു അമ്മ. തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങി തിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്തിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചൊരു ലേഡിയായിരുന്നു. അയൺ ലേഡി എന്നൊക്കെ പറയുന്ന ഒരു ലേഡി. എനിക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച്, എനിക്കിഷ്ടപ്പെട്ട ചിരി ചിരിച്ച് ഞാൻ ആളുകളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ഞാൻ പാട്ട് പാടും, ഞാൻ ഡാൻസ് കളിക്കും, ഞാൻ സംസാരിക്കും, എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന അമ്മമാരെ ഇൻസ്പയർ ചെയ്ത റെജൂല തൻ്റെ 42ാമത്തെ വയസ്സിൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് റെജൂല ഒരു 1-2 വർഷം കൊണ്ട് റെജൂല ആനന്ദിച്ചിട്ടുണ്ട് എന്നെങ്കിലും പറയാൻ സാധിക്കും. നമുക്ക് ആർക്കും എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിക്കും? ജീവിതത്തിൽ നിന്ന് ഒരേടെ എനിക്ക് എന്നും ഓർക്കാനുള്ള ഒരു ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ പറയുന്നത് ദിവസത്തിൽ നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി ആരും എവിടെയും എടുത്തു വെച്ചിട്ടൊന്നുമില്ല. ഇന്നൊരു ദിവസത്തിൽ ഒരു നിമിഷമാണെങ്കിൽ ആ ഒരു നിമിഷം എനിക്ക് ചിരിക്കാൻ എന്തെങ്കിലും ഞാൻ കണ്ടെത്തിയേ പറ്റും. അത് നമ്മുടെ ശ്വാസം പോലെ അനിവാര്യമാണ്. നമ്മളെ ശ്വസിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കായിട്ടൊരു ആനന്ദം കണ്ടെത്താൻ ഒരു നിമിഷം ഒരു ദിവസത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, വലിയ തിരക്കാന്ന് പറയണ്ടല്ലോ, എന്നിട്ട് ഫുൾ കറക്കാണല്ലോ. കറങ്ങാൻ സമയം കിട്ടണതല്ല, ഞാൻ സമയം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ആ ഉണ്ടാക്കുന്ന സമയം എന്ന് പറയുന്നത് എൻ്റെ ശ്വാസം പോലെ എനിക്ക് പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് ഓരോ സ്ത്രീകൾക്കും ഈ വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇട്ട സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് ഇന്ന് കണക്ട് ചെയ്ത് ഞാൻ പറയാണ്, ഓരോ സ്ത്രീകൾക്കും ശ്വാസം പോലെ പ്രധാനമാണ്, ഓരോ വ്യക്തിക്കും ശ്വാസം പോലെ പ്രധാനമാണ് ആത്മ ആനന്ദം എന്ന് പറയുന്നത്. അത് ആരും എടുത്തു വെച്ചിട്ടില്ല, നമ്മൾ തന്നെ തേടി പിടിക്കണം എന്നുള്ളതാണ്. നമ്മുടെ അഞ്ജുവിന് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. അഞ്ജു പെട്ടെന്ന് ഇവിടെ എത്തിച്ചേർന്നതാണ്, സ്റ്റാറ്റസ് കണ്ടിട്ട് തന്നെയാണ്. ടീച്ചർ ഞാൻ ഈ അടുത്ത് ഒരു വർഷമായിട്ടുള്ള പരിചയമാണ്. മിസ്സിനെ കണ്ട് മുട്ടിയത് സത്യം പറഞ്ഞാൽ ലൈഫിലത്തെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മിസ്സ് ശരിക്കും മിസ്സിനെ കാണുമ്പോൾ നമുക്കൊരു എനർജിയാണ് സത്യം പറഞ്ഞാൽ, ഒരു പോസിറ്റീവാണ്. പിന്നെ കുറേ പാരൻസിന് ഭയങ്കര പോസിറ്റീവ് സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ തോന്നുന്നത്? അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്നു. സെൽഫ് ലവ്. ഞാൻ 1-2 ഇങ്ങനെ വേണുകളിലൊക്കെ എവിടേക്കെങ്കിലൊക്കെ പോണതാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി ഇങ്ങനെ പോകും. പക്ഷെ അത് പോവാൻ പറ്റാത്ത അല്ലെങ്കിൽ കുറേ പേര് എപ്പോഴും ഇപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റാത്ത വേണ്ടി പോവാൻ സാധിക്കാത്ത അവരുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷയെങ്കിലും അവനു വേണ്ടി ഒരു ദിവസമെങ്കിലും മാറ്റി വയ്ക്കണം തന്നെയാണ്. നിങ്ങൾ ഈ വാക്കുകൾക്ക് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളെ കൂടെ കൂടിയിട്ടുള്ള നിങ്ങൾ 3 പേരും. യെസ് അഷിത. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലെ കുറേ അമ്മമാർ വീട്ടിൽ പതിഞ്ഞിരിക്കാതെ അവരെ പൈസ ഇല്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അമ്മമാർ, ഇപ്പം എൻ്റെ അമ്മ തന്നെ ഒന്നും എന്താണെന്ന് അറിയാണ്ട് കുറേ പൈസ വേണം കറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ അമ്മമാരുണ്ട്. പിന്നെ അത് മാത്രമല്ല എന്താ പറയുക, ഒക്കെ ഒതുക്കി വെച്ച് അവരുടെ കാര്യം പോലും ഒന്നും നോക്കാണ്ട് മക്കൾ അങ്ങനെ പോട്ടെ, ഈ മക്കളൊക്കെ അത് ചെയ്തു കൊടുക്കണം, ഇത് ചെയ്തു കൊടുക്കണം, അവർക്ക് അവരവിടെ എത്തിക്കണം എന്നുള്ളൊരു തോട്ടിലിരിക്കുന്നത്. പക്ഷെ അവരെന്താണെന്നൊന്നും തിരിച്ചറിയുന്നില്ല. അത് അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ വിചാരം മക്കളെ നോക്കി ഭർത്താവിന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജോലി അതാണ്, അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞു എന്നാണ് അവരുടെ ഒരു വിചാരം. അതൊക്കെ മാറി ഇതിലേക്കൊന്നും ഇറങ്ങാന്നുള്ളത് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവർ സ്വന്തമായിട്ട് വിചാരിച്ച് അവരുടേതായ ഒരു ലോകം അവർ തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെ തോന്നി ഞങ്ങളുടെ കൂടെയുള്ള യാത്ര? അത് ഉറപ്പായി നല്ലതായിരിക്കും, നല്ല യാത്രയായിരുന്നു, അടിപൊളി. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അത്. കാരണം 23 വയസ്സ് എനിക്ക് തോന്നുന്ന ആഷിതേനായിട്ടും സാധിച്ചതിനെക്കാട്ടും കുറച്ചുകൂടെ ഇത് ഞാനാണെങ്കിൽ ഇപ്പോൾ 23 വയസ്സിൽ എൻ്റെ ഫസ്റ്റത്തെ ഒരു നൈറ്റ് ഞാൻ ഇത്രയും ഇപ്പോൾ സമയം 8 മണിയാവാനാണ് പോകുന്നത്. എൻ്റെ ലൈഫിൽ ഇത്രയും 23 വർഷത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ്. അല്ല ഞാൻ പറയട്ടെ, സത്യം. അപ്പൊ പിന്നെ നമ്മുടെ അമ്മമാരുടെ കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുക, പുലർച്ചെ എണീക്കുക, അടുക്കളയിലത്തെ പണികളും എല്ലാം കഴിച്ച് ജോലിക്ക് പോവുക, രാത്രി വരിക, അവർക്കുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുക. അതന്നെ സെയിം നമ്മളെടുത്ത് പറഞ്ഞ് ഞാനും അത് കേൾക്കാം. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 3 വർഷമായിട്ട് ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ്. അതിനിടയിൽ കൂടെ ചെറിയ ചെറിയ ഇതുകൾ ചെയ്യുന്നല്ലാണ്ട് വർക്കും കാര്യങ്ങളും അതല്ലാതെ ഒരു 3 വർഷമായിട്ട് ഞാൻ ഇപ്പോൾ ശരിക്കും ഞാൻ മാരീഡ് അല്ലെങ്കിലും കൂടെ ഞാൻ ശരിക്കും ഒരു വീട്ടമ്മ പോലെ അങ്ങനെ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, എൻ്റെ വർക്കുണ്ട്, ഞാൻ വർക്ക് ഫ്രം ഹോം ആയിട്ട് വേറെ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുക. അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിലെ ഓരോരുത്തരും, എൻ്റെ വീട്ടിൽ 6 ആൾക്കാരുണ്ട്, ഞാനടക്കം അതിൽ 5 ആൾക്കാരെ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത്. ഇന്നിപ്പോൾ ടീച്ചർ പറഞ്ഞു 2 മണിക്ക് 1:45 ക്ലാസ് കഴിഞ്ഞ് 2:45 നമ്മൾ പോകും എന്ന് പറയാണ്. അപ്പോൾ ഇവിടുന്ന് എത്തി ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ ഒരുപാട് പണിയാണ്.
അതിൽ ഞാൻ വീട്ടിലുള്ള എല്ലാവരുടെ ഡ്രസ്സുകൾ അലക്കാനുണ്ടായിരുന്നു, കുറേ പാത്രങ്ങൾ വാഷ് ചെയ്തിടാനുണ്ടായിരുന്നു. അതൊക്കെ വാഷ് ചെയ്തിട്ട് ഉണങ്ങി തുണികൾ എടുത്ത് വെച്ച് വീട്ടിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അർഷിതയുടെ ഒപ്പം. ഞാൻ അപ്പോഴും അർഷിത 10 മിനിറ്റ് ലേറ്റായിട്ട് ഞാൻ ഇറങ്ങുന്നത്. അതൊക്കെ കഴിച്ച് വെച്ചിട്ട് ഞാൻ ഇറങ്ങുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ആകെ ഞാൻ പോയിട്ടുള്ളത് ഒരു വട്ടം ഇവരെ കൂടെ ടീമായിട്ട് ഒരു വട്ടം സിനിമയ്ക്ക് പോയിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ നൈറ്റ് ഞാൻ ഒരിടത്തും പോയിട്ടില്ല, അങ്ങനെ ഒരിടത്തും പോയിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഇങ്ങനെ. ഇത് തന്നെയല്ല, നൈറ്റ് എന്നല്ല, രാവിലെ പോലും ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും കൂടെ ഞാൻ ഇതുവരെയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഔട്ടിങ്ങിന് പുറത്ത് പോവുക അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുക, ഇതൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 1-2 വട്ടം അപ്പോഴേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വീട്ടമ്മമാരുടെ കാര്യം പറയുന്നത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാവരും എൻജോയ് ചെയ്തേണ്ട അത്രയ്ക്ക് എനിക്ക് എത്താൻ പറ്റില്ല. ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ട് പോലെ ഞാൻ കുറച്ച് ഒതുങ്ങി നിൽക്കുകയാണ്. ഇനി പോകെ ശരിയാണെന്ന് വിചാരിക്കും. കൂട്ടത്തിൽ കൂടുതലൊന്നും അനുഭവിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഞാൻ തന്നെ പലയിടങ്ങളിലും മുമ്പ് ഞാൻ വിചാരിക്കില്ല ഇതൊക്കെ എനിക്ക് ആദ്യമായിട്ടില്ല, ഞാനിതൊക്കെ കാണും. ഇപ്പോൾ പുത്തമ്പള്ളി തന്നെ എല്ലാവരും തൃശ്ശൂരുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ബസ്സിന് പൈസയിൽ പോയി കണ്ടുവരാവുന്ന ഒരു കാര്യം. വണ്ടിയുള്ളവർക്കാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഞാൻ ഇതുവരെയ്ക്ക് ഞാൻ പുത്തമ്പള്ളി കണ്ടിട്ടില്ല. പുറത്ത് നിന്ന് റോട്ടിൽ നിന്ന് ജസ്റ്റ് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അതിനുള്ളിൽ ഇത്രയും ഉണ്ട് എന്നത് ഞാൻ ആദ്യമായിട്ട് 23-ാമത്തെ വയസ്സിൽ ഇന്നാണ് ഞാൻ കാണുന്നത്. അതും ഇവിടെ നിന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓരോ പെൺകുട്ടിയും, അതിപ്പോൾ പെൺകുട്ടി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ അമ്മമാരായാലും ആരായാലും അവർക്ക് വേണ്ടി സ്വന്തമായിട്ട് കുറച്ച് സമയം, അല്ലാണ്ട് നമ്മൾ കുറേ ജോലിക്ക് പോയി നമ്മുടെ ബാധ്യതകൾ അല്ലെങ്കിൽ മക്കളെ ഇങ്ങനെ അത് എന്നതിൻ്റെ ഉപരി നമ്മൾ കുറച്ച് നേരം നമുക്ക് വേണ്ടി എവിടെയെങ്കിലും റിലാക്സ് ചെയ്ത്, അല്ലെങ്കിൽ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. ചിലപ്പോൾ ആദ്യമൊക്കെ മടിച്ചേക്കാം, മറ്റുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അങ്ങനെ ഉള്ള ഒരു ഇത്. കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യം എങ്ങനെയാണ്, നമ്മളിപ്പോൾ രാത്രി പുറത്ത് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ ഇറക്കുമ്പോഴൊരു ഡ്രസ്സിട്ട് മറ്റുള്ളവർ എന്ത് പറയും, ആ ഒരു ചിന്താഗതി വെച്ചിട്ടാണ് വീട്ടുകാർ. അതേ കൂടെ തന്നെ നമ്മളും കടന്നു പോയി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ലൈഫ് കൊണ്ടേ ഒരു പൊട്ടണം. അതെ, അതിപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വീട്ടിലിരിക്കുന്നത് ഇപ്പോൾ ഇത്രയൊന്നല്ല. ഇപ്പം നമ്മളിവിടെ ഒരുപാട് വുമൻസിന് നമ്മൾ ഒരുപാട് പേരെ കണ്ടു. പക്ഷെ ഇതല്ലാണ്ട് ഓരോ വീട്ടിലും പോയി കഴിഞ്ഞാൽ കാണാം ഈ ശ്വാസം പോലും ശരിക്കും വിടണമെന്നുണ്ടെങ്കിൽ രാത്രി 10 മണിക്ക് അടുക്കളയിലെ പണി പോലും കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ആ ഒരു പായൽ കെടുക്കുമ്പോഴാവും അവർക്കൊന്ന് ആലോചിക്കാനൊന്ന് സമാധാനം. അപ്പോഴത്തേനും വേറെ കുറേ ടെൻഷനുകൾ. എല്ലാവരും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ശരിക്കും 1 മണിക്കൂറാണ് നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരം നടക്കാനേ നമുക്ക് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നടക്കുന്നതിലുണ്ട് കുറേ കാര്യം. ശരിക്കും റിലാക്സ് ആയിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ അതിലുണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കും. കുറച്ച് സമയം നമുക്കുണ്ട്. അതേ ഉള്ളൂ നമുക്ക് ലൈഫിൽ ലാസ്റ്റ് കൊണ്ടുപോകാൻ. അല്ലാണ്ട് നമ്മൾ എത്ര സമ്പാദിച്ചു, എന്തൊക്കെ കമ്മിറ്റ്മെൻറ്റ്സ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടായി, അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ പോയി കുറച്ച് സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങൾ. പിന്നെ നമുക്ക് എന്തായാലും ഇത് തുടരല്ലേ, ഈ ഒരു യാത്ര നമ്മളെല്ലാം ഇത് ഇപ്പം 6 ആളെന്നുള്ളത് അടുത്ത വരവിൽ അതൊരു 12 അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകണം എന്നാണ് ഞാൻ പറയണത്. അതിൽ നമ്മളിപ്പോൾ ഇന്ന ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല, എവിടെ നിന്ന് ആർക്ക് വേണമെങ്കിലും വരാം, നമ്മുടെ കൂടെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. വേണ്ടി ഞാൻ ഈ മൈക്ക് കൈമാറുകയാണ്. എനിക്കിപ്പോൾ പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്ക് മാധവിക്കുട്ടിയുടെ കോലാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് ഓർമ്മ വന്നത്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, എനിക്ക് വീട്ടിൽ കുറച്ച് ഗസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഞാൻ കുറേ പേരുണ്ടെങ്കിൽ ഞാൻ വരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അമ്മമാരെ കണ്ടു. അപ്പോൾ അവരൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഓർമ്മ വന്നത് മാധവിക്കുട്ടിയുടെ കോലാട് എന്ന് പറഞ്ഞിട്ടുള്ള കഥയാണ്. സ്വന്തം കുടുംബത്തിന് വേണ്ടി പണി ചെയ്ത് അവസാനം ശരീരം പോലും തേഞ്ഞ് കോലാടിനെ പോലെ ആയി എന്ന് മക്കൾ പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഒരു അമ്മ എത്തുന്നതാണ് ആ കഥയിൽ പറയുന്നത്. അവസാന നിമിഷത്തിൽ പോലും ഒരു അംഗീകാരം ലഭിക്കാതെ അങ്ങനെ തേഞ്ഞ് ഇല്ലാതായി പോകുന്ന ഒരു അമ്മയുടെ കഥയാണ് കോലാടിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരം കോലാടുകളാവാൻ നമ്മുടെ സ്ത്രീ ശരീരത്തെ നമ്മൾ വിട്ടുകൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കോലാടുകളല്ല ഇവിടെ വേണ്ടത്, മനുഷ്യരാണ് വേണ്ടത്. നമുക്ക് എല്ലാവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. നമുക്ക് കാണാനാണ് ഈ ഭൂമി, ഈ ലോകം ഇവിടെ തുറന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ലോകം തുറന്നിടണം ആദ്യം, പുറത്തുള്ള ലോകം കാണണമെങ്കിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഗുഡ്. അപ്പം എന്തായാലും നമ്മൾ ഈ യാത്ര തുടരും അല്ലേ? എല്ലാ മാസവും നമുക്ക് വേണ്ടി കുറച്ച് സമയം അല്ലേ കണ്ടെത്താം. ഇപ്പോൾ ഉള്ള ആൾക്കാർ വെച്ചിട്ട് ഇന്നത്തെ
യാത്ര അവസാനിച്ചിരിക്കുന്നു. അവസാനിക്കുകയാണ്. ചില അല്ലറ ചില്ലറ ഷോപ്പിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഒഫീഷ്യലി നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡെസ്റ്റിനേഷൻസിൽ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെ വഞ്ചിക്കുളം. വഞ്ചിക്കുളം നമ്മളെ നന്നായിട്ട് സന്തോഷിപ്പിച്ചു. പറയാതെ വയ്യ, പലരും ഇപ്പോഴും അറിയാതെ കിടക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് കൂടെ പറയാണ് ഇവിടെ മനോഹരമായൊരു കുളമാക്കി മാറ്റിയിട്ടുണ്ട് ഇതിനെ. പൊതുസ്ഥലം എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാവുന്ന പൊതുസ്ഥലമാണ്. മനോഹരമാണ്. ഒരുപാട് നന്നായിട്ട് ചേട്ടനെ ഞങ്ങളെ ബോട്ടിൽ കൊണ്ടുപോയത്. ആ ചേട്ടൻ അപ്പോൾ നല്ല നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. ഇവിടെയുള്ളവരൊക്കെ വളരെ നന്നായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ബൈ. ഒരു ഫോട്ടോ എല്ലാവരും കൂടെ. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ ചെറിയ രീതിയിലൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നടന്നു. ഓക്കെ, പിന്നെ ഞങ്ങളൊരു കടയിൽ ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ട് അവിടേക്ക് ഡ്രസ്സ് എടുക്കാനുള്ള യാത്രയായി. അങ്ങനെ വേണ്ട പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 8:45 ഞങ്ങളവിടെ നിന്നും അവരവരുടെ ഭവനങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഇനിയും ഈ സായാഹ്ന യാത്രകൾ, പെൺയാത്രകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ, അവയിൽ അണിചേരാൻ 1000 പേർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ചു. അൻപിൽ കളിയാടി ഇമ്പം കുഴലൂ